ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി ഹമാസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ടാങ്കുകളെ തകർത്തത് ഇസ്രായേൽ സൈന്യങ്ങൾക്കിടയിൽ നടുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈജിപ്ത് ഗാസ ബോർഡറിൽ ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റഫ, ജബലിയ പ്രദേശങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുന്നതായി വാർത്തകൾ വരുന്നു. ചൈനീസ് നിർമ്മിതമായ AJ-8 ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 7 ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഹമാസ് ഉപയോഗിക്കുന്നത്. ഗാസയിലെ റാഫയിൽ 2 ഹമാസ് പോരാളികൾ ഒരു ഇസ്രായേൽ ടാങ്കിനെ ബോംബ് വെച്ച് തകർക്കുന്ന വീഡിയോ ഹമാസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 2 പോരാളികൾ ടാങ്കിനടുത്ത് പോവുകയും ബോംബുകൾ സ്ഥാപിക്കുകയും അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും തുടർന്ന് ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നതും കത്തി അമരുന്നതും കാണാം. ബോംബുകൾ സ്ഥാപിച്ച ഹമാസ് പോരാളികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. കേവലം 30,000 വരുന്ന ഹമാസ് പോരാളികളെ തകർക്കാൻ ലക്ഷക്കണക്കിന് ഇസ്രായേൽ സൈന്യം നിരന്നു നിന്നിട്ടും 30,000-ലേറെ നിരപരാധികളായ ജനങ്ങളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷവും ഹമാസ് ഇപ്പോഴും റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേരെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹമാസിനെ തളർത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന പരമാർത്ഥമാണ് ഹമാസ് ഒരു ഐഡിയോളജിയാണെന്നും അതിനെ തകർക്കാൻ സാധ്യമല്ല എന്നുമുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ തിരിച്ചറിവിനും ധാർമ്മിക കീഴടങ്ങലിനും പിന്നിലുള്ളത്. ഹമാസ് എന്ന എലിയെ കൊല്ലാൻ ഇല്ലം മുഴുവൻ ചുട്ടരിച്ചിട്ടും കെട്ടിടങ്ങൾ മുഴുവനും തകർത്ത് കുറെ കൽക്കൂമ്പാരങ്ങളാക്കി മാറ്റിയിട്ടും ആശുപത്രികളുടെ അടിത്തറകൾ തുരന്നിട്ടും ഭൂമിക്കടിയിലെ ടണലുകളിൽ ഇരുന്ന് ഇപ്പോഴും ഹമാസ് പോരാളികൾ ചെറുത്തുനിൽപ്പുകളും പ്രത്യാക്രമണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഗാസയിലെ ഭീകരാക്രമണം നിർത്തിയില്ല എങ്കിൽ ഖത്തറിലെ ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്നും പുറത്താക്കുകയും ഹമാസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി ഖത്തർ ഭരണകർത്താക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന യുദ്ധവിരാമ കരാറുമായി ഹമാസ് സഹകരിക്കണമെന്നും ഇസ്രായേൽ ബന്ദികളെ കൈമാറുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായ വെടിനിർത്തലുമായി അല്ലാതെ തങ്ങൾ സഹകരിക്കുകയില്ല എന്ന വാദവുമായി ഹമാസ് ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന് നാണക്കേടുണ്ടാക്കി വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റക്കാർ നടത്തിയ പ്രതിഷേധം അക്രമത്തിലും കലാപത്തിലും കലാശിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രൂപം കൊണ്ട 6 അനധികൃത കുടിയേറ്റ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ വന്ന വെസ്റ്റ് ബാങ്ക് ഭരണകൂടത്തെ തടയാൻ വന്ന ജൂത കലാപകാരികളാണ് പോലീസിനും അധികൃതർക്കും നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഇസ്രായേൽ നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ബെന്നി ഗാൻസ് കുടിയേറ്റക്കാരുടെ നടപടികളെ ശക്തമായി അപലപിക്കുകയും കലാപകാരികളെ കുറ്റവിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങൾ കലാപത്തെ അപലപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാപകാരികൾ പെട്രോ ബോംബുകളും ബോട്ടിൽ ബോംബുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ ഉടമസ്ഥരുടെ പ്രദേശങ്ങളിലാണ് കുടിയേറ്റക്കാർ കയ്യേറിക്കൊണ്ട് തങ്ങളുടെ കെട്ടിടങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ക്യാബിനറ്റ് വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയമ സാധുത നൽകുവാനുള്ള അനുവാദം നൽകിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ പ്രദേശങ്ങളെ വ്യാപിപ്പിക്കുകയും വെസ്റ്റ് ബാങ്കിലെ നിലവിലുള്ള PA ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുകയും പകരം ഇസ്രായേൽ സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുകയും അതുവഴി വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ പ്രദേശമാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. എന്നാൽ ഇസ്രായേലിന്റെ ഈ പദ്ധതികളൊന്നും വിജയിക്കുകയില്ല എന്ന്
ഫലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി.